പറയുന്ന സ്ഥലം കേട്ടപ്പോൾ ആദ്യം ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, അടുത്ത് എവിടെയെങ്കിലും വലിയ ഹോസ്പിറ്റൽ ഉണ്ടോ, സ്കൂളുണ്ടോ, അത്യാവശ്യം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാന മാർഗം വേണമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിൽ, ഞാനൊരു ബേസിക്കലി ഒരു അക്കൗണ്ടന്റാണ്, അപ്പൊ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി, അതൊന്നും നോക്കുമ്പോൾ ആ സാധ്യതകളൊന്നും ഇവിടെ ഇല്ല നിലവിൽ. അപ്പോൾ ഇവിടെ ഒരു വേല ആരംഭിക്കുമെന്ന് തോന്നുന്നു. പൊതുവെ നമ്മുടെ സൗദി അറേബ്യയെ സംബന്ധിച്ച് വേലകൾ ആരംഭിക്കുന്നത് ഒന്നുകിൽ, അത് കുറ്റമൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആ സഹോദരിമാർ ഇവിടെ നേഴ്സായിരിക്കും, അപ്പോൾ അവരുടെ ഹസ്ബൻഡുമാർ നാട്ടിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും, അവർ വന്ന് ഇവിടെ ശുശ്രൂഷ തുടങ്ങും. അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരുണ്ടാവും, അവർ വേല ആരംഭിക്കും. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഈ ദേശത്ത് വന്ന് ഒരു വേല ആരംഭിക്കുക എന്ന് പറയുന്നത് തികച്ചും മാനുഷികമായി അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പൊ ഇത് ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന് ദൈവത്തിനല്ലാതെ മറ്റാർക്കും മഹത്വം കൊടുക്കുവാനില്ല. അതുകൊണ്ട് ദൈവത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ ഒരു അനുഭവം അത് നൽകിയതിനും കർത്താവിന് നന്ദി. നാട്ടിൽ ഞങ്ങൾ 10 വർഷമായിട്ട് ദൈവവേല ചെയ്യുന്നവരാ. നാട്ടിൽ ഒത്തിരി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത് ആദ്യമാണ്. വളരെ സന്തോഷമുണ്ട്. 5-6 വർഷം ഞങ്ങൾ ജിസാനിൽ ദൈവവേല ചെയ്തപ്പോഴും ഇത്രയും മനോഹരമായ ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനും ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കടന്നു വന്ന വിശിഷ്ട അതിഥിയായി തീർന്ന ദേവദാസൻ, വളരെ സന്തോഷമുണ്ട് ദേവദാസനെ കുറിച്ച് ഓർക്കുമ്പോൾ. അദ്ദേഹം കാരണമാണ് ഞങ്ങൾ ഈ ദേശത്ത് വേല ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അദ്ദേഹത്തിന്റെ വളരെ ദീർഘകാലത്തെ ആഗ്രഹമാണ് ആരെങ്കിലും ഈ ദേശത്തൊന്ന് വന്നിരുന്നെങ്കിൽ, ഒരു വേല ആരംഭിച്ചെങ്കിൽ. നമ്മുടെ ശശി ബ്രദർ പറഞ്ഞതുപോലെ ഒത്തിരി പേരുടെ പ്രാർത്ഥന. പണ്ട് ഞങ്ങൾ നാട്ടിലൊരു ദൈവവേല നടക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ നിരന്തരം ഒരു വീട്ടിൽ ചെന്ന് പ്രേയർ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം ആൾ വരും, പിന്നെ അവർ വരത്തില്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും വരും, വരത്തില്ല. ഇങ്ങനെ കുറെ ആയിട്ട് ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കണം, കർത്താവേ ഞങ്ങളെ ഈ കണ്ണുനീരിനെ ഓർത്തെങ്കിലും സ്റ്റേബിളായിട്ട് നമുക്കൊരു ആലയവും നമുക്ക് കുറച്ച് വിശ്വാസികളെ തന്നൂടെ എന്ന് ചോദിച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. അന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. അത് ഇന്നും എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നു. പരിശുദ്ധാത്മാവ് എങ്ങനെയാ പറഞ്ഞത്? എടാ, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടില്ലേലും 10-40 വർഷമായിട്ട് ആ ദേശത്തിന് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ കണ്ണുനീര് എനിക്ക് മറന്നു കളയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഇപ്പൊ എന്റെ താല്പര്യമോ എന്റെ ഇഷ്ടമോ അല്ല. ഒത്തിരി പേര് ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥന ഇവിടെ കിടപ്പുണ്ട്. ഒരു ആലയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഒത്തിരി ദൈവദാസന്മാർ, എത്രയോ ദൈവദാസന്മാർ എവിടെയെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആലയങ്ങളില്ലാത്ത ഇടങ്ങളിലൊക്കെ ആലയങ്ങൾ ഉണ്ടാകട്ടെ. ഈ 350 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ദൈവദാസനം ആഗ്രഹിക്കുവാണ് ഇവിടെ ഒരു വേല. ഇവിടെയുള്ള ദൈവമക്കൾ ആഗ്രഹിക്കുവാണ് ഇവിടെ ഒരു വേല. അപ്പൊ ദൈവം അതിനു വേണ്ടി തക്ക സമയത്ത്, ഈ പറഞ്ഞതുപോലെ എക്സിറ്റ് അല്ല, ഞാൻ ലീവിന് നാട്ടിലേക്ക് പോയി, പിന്നെ വരത്തില്ലായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് എന്റെ ടിക്കറ്റ് ഉൾപ്പെടെ ക്യാൻസൽ ആയിട്ടാണ് ഞാൻ തിരികെ വരുന്നത്. അപ്പോ അങ്ങനെ വന്നാണ് ഈ വേല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഒരു കറക്റ്റ് സമയമായിരുന്നു, ഒരു തക്ക സമയമായിരുന്നു. അന്ന് വന്നത് കൊണ്ടാണ് ഇവിടെ ആദ്യം ആ സമയത്ത് തന്നെ 1-2 സ്നാനങ്ങളൊക്കെ നടക്കുവാൻ തക്കവണ്ണം ഇവിടെയായി. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ മുന്നമേ കർത്താവ് കണ്ടിട്ടുള്ള പദ്ധതികളാണ്. അപ്പോ ദൈവദാസനെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ക്രമീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തുടക്ക സമയത്ത് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ അങ്ങനെ ഹെൽപ്പില്ലാതെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ദേവദാസൻ, ആ ദേവദാസന് നന്ദി അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ട. ദേവദാസൻ മാത്രമല്ല, ആന്റിയും അവിടെ പോകുമ്പോഴൊക്കെ കരിവേപ്പിലയാണ് നിശ്ചയമായി നമ്മൾ എടുക്കുന്നത്. എന്നാൽ അത് പോയിട്ട് ഒരു കവറിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നതെല്ലാം നുള്ളിപ്പറക്കിയൊക്കെ തന്നെ ആന്റി വിടത്തുള്ളൂ. ആ സ്നേഹത്തെ ഓർത്തും ആ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് വന്ന സഹോദരങ്ങളെ ഓർത്തും നന്ദി. കാരണം ഇത്രയും ദൂരം നിങ്ങൾ വന്നത് ആ ദൈവത്തിന്റെ നാമത്തെ ഓർത്താണ്. ഞങ്ങൾക്കത് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ വന്ന് ഇതിൽ പങ്കെടുത്തത് കൊണ്ട്. അതിനായി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി നന്ദി പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ ചർച്ചിലെ വിശ്വാസികളോടാണ്. അത് നമുക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഇത്രയും മനോഹരമായി, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത നമ്മുടെ എല്ലാ സഹോദരങ്ങളും, ഒരാളെന്നുള്ളതല്ല, എല്ലാവരും വളരെ ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. വളരെ ഭംഗിയായി എല്ലാം അവതരിപ്പിച്ചു, സഹകരിച്ചു. നിങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെയും പറഞ്ഞാൽ, ഞാനിങ്ങനെ നിൽക്കുന്നുവെങ്കിൽ എനിക്കൊരു ബാക്ക് സപ്പോർട്ട് വേണമല്ലോ. അപ്പൊ എന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഭാര്യയെ. ഈ വചനത്തിലൊരു വാക്യം എങ്ങനെയുണ്ട്? അവൻ നിന്നെ 1 നാഴിക പോകാൻ നിർബന്ധിച്ചാൽ നീ 2 നാഴിക പോവാ. ഇതാണ് എന്റെ ഭാര്യയുടെ സ്വഭാവം. അപ്പൊ നമ്മള് ഒരു ദിവസം 3 ദിവസം ഉപവസിക്കാന്ന് പറഞ്ഞാൽ അവള് പറയും എന്നാ പിന്നെ ഒരാഴ്ച ആയിക്കോട്ടെ. ഇന്ന സ്ഥലത്ത് പോവാന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ ഏതിനും ഒരു സപ്പോർട്ട്, അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ദൈവം മുന്നമേ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു
ആ ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു ദേശത്ത് വരാൻ പറ്റത്തില്ല. കാരണം ഞാൻ വേല തുടങ്ങുന്ന സമയത്തൊന്നും നാട്ടിൽ പൈസ അയക്കാനൊന്നും കാണത്തില്ല. അവിടെ 2 കുഞ്ഞുങ്ങളെയും വെച്ച് നാട്ടിലെ ശുശ്രൂഷയ്ക്ക് പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് വെച്ചാൽ ഇന്നും അങ്ങനെ തന്നെ കിട്ടുന്നതൊക്കെ വെച്ചാൽ അവൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. ഒന്നും ചോദിക്കത്തില്ല, പൈസ ചോദിക്കത്തില്ല, കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം ചോദിക്കത്തില്ല. പ്രാർത്ഥിക്കും, കർത്താവ് തക്ക സമയത്ത് ഒരുക്കി കൊടുക്കും. അതുകൊണ്ട് എനിക്ക് എവിടെ വേണോ ധൈര്യമായി പോയി എന്ത് ചെയ്യുവാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിനും കർത്താവിന് നന്ദി പറയുവാണ്. അങ്ങനെ ബാക്ക് സപ്പോർട്ടായി കർത്താവ് ഇന്നൊന്നും അല്ല, കുറെ വർഷമായി എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഞാൻ എവിടെ പോയാലും അവിടെ വന്ന് അവരിൽ ഒരാളായി എല്ലാത്തിലും സഹകരിക്കുവാനും കർത്താവ് ഒരു നല്ലൊരു പങ്കാളി. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും നല്ല പങ്കാളിയെ ദൈവം തന്നിരിക്കുന്നു. തക്കതായ തുണയെന്ന വചനം പറയുന്നത്. ഈ തക്കതായ തുണയെന്ന് പറഞ്ഞാൽ ഒരു വലിയ മെസ്സേജാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം മെസ്സേജ്. നമുക്ക് തക്കതായ തുണയാ ദൈവം തരുന്നത്. നമ്മൾ എങ്ങനെയാണോ അതിനൊത്തൊരു തുണയെ തരും. നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണോ അതിനൊത്ത കാഴ്ചപ്പാടുള്ള ഒരു തുണയെ തരുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു തുണയെയാണ് എനിക്കും കിട്ടിയത്. ഭാര്യയ്ക്ക് നന്ദി പറയാമെന്ന് പറഞ്ഞൂടെ, എന്നാലും നന്ദി പറയുക. കർത്താവ് അവളെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അവൾ ഇന്ന് ഇവിടെ കാണുമെന്ന് ചിന്തിച്ചതല്ല, കുറച്ച് ദിവസം നാട്ടിലേക്ക് പോയതാ. ദൈവത്തിന്റെ കൃപയാൽ ഈ 19-ാം തീയതി പ്രോഗ്രാം ഫിക്സ് ചെയ്യുമ്പോഴൊന്നും അവൾക്ക് വിസ എടുത്തിട്ടില്ല, അവളവിടെ വരുന്നത് തീരുമാനിച്ചിട്ടില്ല, ഒരു കാര്യവുമില്ല. പക്ഷേ വിശ്വാസത്താൽ ഞാൻ ഈ 19-ാം തീയതി വെച്ചത് എനിക്കൊരു ഉറപ്പുണ്ട്, അതിനു മുന്നേ എൻ്റെ ഭാര്യ ഇവിടെ വരും, നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പങ്കെടുക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. കർത്താവ് ആ കാര്യം ഭംഗിയായി ചെയ്തു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് നാട്ടിൽ 2 ദൈവവേലയുണ്ട്, സ്വതന്ത്രമായി നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. ആദ്യമായി ഞാൻ ഈ ദേശത്ത് വരുന്നത് നാട്ടിൽ ഞങ്ങൾ പ്രവർത്തിച്ച ഒരു പ്രവർത്തന സ്ഥലത്ത് ഒരു സഭ പണിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവിടെ വന്ന് 2 വർഷം ഒരു കമ്പനി ജോലി ചെയ്തു, പൈസയൊക്കെ ഉണ്ടാക്കി സഭ പണിതു. അവസാനം പിന്നെ സഭ പണിത് തീർന്നപ്പോൾ കുറച്ച് ബാധ്യതയൊക്കെ ആയി. ആ ബാധ്യത തീർക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ സഭ പണിതതിന്റെ ബാധ്യത ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുക. നാട്ടില് ബാധ്യത തീർക്കാൻ വന്നിട്ട് നമ്മളിപ്പോ ഇവിടെ സഭ വെച്ചതിന്റെ ബാധ്യത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ദൈവത്തിന് മഹത്വം. കാരണം ഒരിക്കലും നമുക്ക് അങ്ങനെ നിൽക്കാനോ പോകാനോ ഒന്നും പറ്റത്തില്ല. അത് ഇവിടെ ഉള്ളവരുടെ സഹകരണമാണ്. അതും ഞാൻ ഓർക്കുകയാണ്. കാരണം ഞങ്ങളിവിടെ നിൽക്കുന്നുവെങ്കിൽ അതിവിടെയുള്ള വിശ്വാസികളുടെ സഹകരണമാണ്. നമ്മൾ എണ്ണിയെടുക്കുന്ന ഇത്രയും പേരേ ഉള്ളൂ. പക്ഷേ ഒരു 100-500 പേരുള്ള സഭയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പ്രിയമുള്ളവർ ഞങ്ങളെ സഹകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതും ദൈവത്തിന്റെ കൃപ. ഈ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. പിന്നെ ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. മുന്നോട്ട് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അറിയത്തില്ല. അത്രയും കാലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരൊറ്റ കാര്യം മാത്രം പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് അധികം ദിവസമൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഈ വചനത്തിൽ വായിച്ചിട്ടുള്ള ഒത്തിരി വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് ഞങ്ങളൊരു ദൈവദാസനുമായിട്ട് ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ പങ്കെടുത്ത സമയത്ത് പുള്ളി ഇങ്ങനെ പഴയ ആൾക്കാരുടെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇന്ന അപ്പച്ചൻ അവരത് ചെയ്തു, ഇത് ചെയ്തു. ഞാനിപ്പോ ചോദിക്കാറുണ്ട്, പക്ഷെ നമ്മുടെ പേരിൽ നാളെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയണ്ടേ? ഇത് നാളെ അവരെ കുറിച്ച് പറഞ്ഞാൽ മതിയോ? അപ്പൊ നമ്മളെ കുറിച്ചും പറയണം. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് പറയണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഒരാൾ പറയണം, ഇങ്ങനെ ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരാളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമ്മൾ നിൽക്കുന്നിടത്ത് ഒരാത്മാവിനെ നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോയി എന്ത് നേടിയെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നമ്മൾ നിൽക്കുന്നിടത്ത് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ദാഹമുള്ളവരായിരിക്കണം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. നമ്മൾ എരിവോടുകൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഇവിടെ നിന്ന് സ്നാനപ്പെട്ടു പോയ ജിൻസി എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ട്. ആ കൊച്ച് ലിൻസി നിരന്തരമായി ആ കൊച്ച് ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ഭാര്യ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നം കാണുന്നത് ഇങ്ങനെയാണ്: ഭാര്യ വന്ന് വാതിൽ മുട്ടുന്നു, അവള് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ എന്റെ ഭാര്യ അവളോട് സുവിശേഷം പറയുന്നു. ഇതാണ് അവൾ കാണുന്ന കാഴ്ച. ആ സമയത്ത് എന്റെ ഭാര്യ വീട്ടിനകത്തും ഇതേ കാഴ്ച കാണുക. ഞാൻ അവിടെ പോകുന്നു, അവളോട് സുവിശേഷം പറയുന്നു. പണ്ട് കേട്ടിട്ടുണ്ടോ? നമ്മൾ വചനത്തിൽ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? എവിടെയും അപ്പോസ്തലപ്രവൃത്തി നമ്മളൊരു കാര്യം കേട്ടിട്ടുണ്ട്. നീ ഇന്നയാളെ വിളിച്ച് ആ സുവിശേഷം കേൾക്കുക എന്ന് പറഞ്ഞതുപോലെ കർത്താവ് അവൾക്ക് ദർശനത്തിന് ആ കൊച്ചിന് കൊടുക്കും. അവൾ സ്നാനപ്പെട്ടിട്ടില്ല. ഒരു മാർത്തോമേണെന്ന് തോന്നുന്നു, കുഞ്ഞ് അയാക്കോ. അപ്പൊ അവളോട് പറയുക, നീ ബിസിനിയെ വിളിച്ച് ദൈവവചനം കേൾക്ക്. ഇത് പണ്ട് നടന്ന, നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പറഞ്ഞ കാര്യമല്ല, ഇത് ഇന്ന് നടന്ന കാര്യമാണ് പറയുന്നത്. 1 വർഷത്തിന് ഇപ്പുറം നടന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ അവിടെ പോയി സംസാരിച്ചു, ദൈവം ഇടപെട്ടു, ആ കൊച്ചു സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ഇത് ഇന്നും വചനത്തിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളൊക്കെ നമ്മളിലൂടെ ദൈവത്തിന് ചെയ്യുവാൻ താല്പര്യമുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ താല്പര്യമുണ്ട്. ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവരിലൂടെ ദൈവം പ്രവർത്തിക്കും.
ഇപ്പൊ ഈ ദിവസങ്ങളിലായിട്ട് ഞാൻ ഈ കഴുതയുടെ പുറത്ത് യേശു കയറിയത് എന്തിനെന്ന് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. ഈ കഴുതയുടെ പുറത്ത് എന്തിനാ യേശു കയറിയത്? യേശു അവസാനം കെട്ടിയിരിക്കുന്ന കഴുതയെ ഒന്ന് അഴിച്ചുകൊണ്ട് പോവാ. എന്തിനാ ഈ കഴുത? വേറെ ഒരു മൃഗവും ഇല്ലായിരുന്നു. എടാ, ഈ കഴുതയ്ക്കുള്ള ഒരു സ്വഭാവം ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇതിനെന്തില്ല? ബുദ്ധിയില്ല. ദൈവവേലയ്ക്ക് ഇറങ്ങുവാണെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തീരുമാനിച്ച പിന്നെ നിനക്ക് ബുദ്ധിയൊന്നും പാടില്ല. പോവാൻ പറഞ്ഞാൽ പോക്കോണം, വരാൻ പറഞ്ഞാൽ വന്നോണം, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകണം. എനിക്കൊരല്പ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വരത്തില്ല. വരൂ, ഒരല്പ ബുദ്ധി ഒരു ശേഷിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ദേശത്ത് വരത്തില്ല. കാരണം ഒരു സാധ്യതയുമില്ലാതെ എങ്ങനെയാ ഒരാളിവിടെ വരാൻ പറ്റും? അപ്പൊ ഒരു കഴുതയെ പോലെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവം പ്രവർത്തിക്കും. അപ്പൊ നമ്മൾ കഴുതയെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിന്റെ കയ്യിൽ. ചോദ്യം ഒന്നും ചോദിക്കാതെ കർത്താവ് എന്ത് പറയുന്നു അതങ്ങനെ അങ്ങ് ചെയ്യുക. നമ്മുടെ അടുക്കൽ കിട്ടുന്നവരോട് സുവിശേഷം പറയും. ഇനി എത്ര നാളാണ് നമുക്ക് ശേഷിച്ചിരിക്കുന്നു? ഒരാളോട് സുവിശേഷം പറയുവാൻ കഴിഞ്ഞാൽ, ഒരാളോട് നമുക്കുള്ള വിടുതൽ പറയുവാൻ കഴിഞ്ഞാൽ. എന്റെ ഭാര്യയ്ക്ക് പറയുവാൻ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. വെറുതെ സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾക്കും ഉണ്ട് സാക്ഷ്യം. ചിലപ്പോൾ അവളുടെ കാലം 10 മടങ്ങ് നിങ്ങൾക്ക് സാക്ഷ്യം ഉണ്ടാകും. ഈ സാക്ഷ്യം കേട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുമോ എന്ന് തോന്നത്തക്ക സാക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ പോകുന്ന വഴിക്ക്, ഞാൻ അവിടുന്ന് ജിദ്ദ പോകുന്ന വഴിക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. 680 റിയാലായി ടിക്കറ്റ്. ഞാൻ ഈ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയി, എനിക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവുക. അങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ടും എനിക്ക് വിസ അടിച്ച് കിട്ടിയില്ല, റീ എൻട്രി അടിച്ച് കിട്ടിയില്ല. അപ്പൊ എനിക്ക് അവിടെ നിന്ന് തിരികെ വരേണ്ടി വന്നു. അപ്പൊ തിരികെ ഞാൻ യാത്ര ചെയ്ത് നേരെ നജറാനിൽ വരും. അവിടെ നേരെ ഇങ്ങോട്ട് വരണം. ഈ യാത്രയിലുടനീളം ഞാൻ കർത്താവിനോട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നാലും എന്റെ 680 റിയാല്, ഈ പൈസ ഇല്ലാത്ത എന്റെ 680 റിയാല് നിനക്ക് നേരത്തെ ചെയ്താൽ പോലെ ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ. അപ്പൊ ഈ വിഷമത്തോടു കൂടിയാണ് ഞാൻ വരുന്നത്. ഇവിടെ വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. 1000 റിയാൽ എന്റെ ഫോണിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. 1000 റിയാൽ എന്റെ ഫോണിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതിന് ഫോണിൽ വന്ന മെസ്സേജ് ഇതാണ്, NCBക്കാർ അയച്ച മെസ്സേജ് ഇതാണ്: ഞാൻ അയച്ച ആർക്കോ അയച്ച എമൗണ്ട് പോകാതെ തിരിച്ചെന്റെ അക്കൗണ്ടിൽ വന്നേക്കുവാണ്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഞാൻ നടത്തിയിട്ടില്ല. 1000 റിയാലൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നതെന്ന് അറിയാവോ? കർത്താവ് പറഞ്ഞാൽ നീ 680 ചെലവാക്കി, 1000 വെച്ചോ, ഇനി മേലെ നീ ആ കണക്ക് പറയരുത്. വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല. ഈ വിശ്വാസമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു 100 വിശ്വാസമുണ്ട്, ഇങ്ങനെ ഒരു 100 ദൈവപ്രവൃത്തിയുണ്ട്. നമ്മളിലും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ഇങ്ങനെ പറയാനൊരു 100 ദൈവപ്രവൃത്തിയുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ജനം കർത്താവിന്റെ അടുക്കിലേക്ക് വരും. നമ്മൾ പറയാത്തോണ്ട് നമുക്ക് പറയാനിപ്പോ എന്താ ഉള്ളതെന്ന് അറിയാമോ? നാട്ടിൽ നിന്നാ എന്താ നമുക്ക് പറയാനുള്ളത്? എവിടെ പോണം? ആരെ കിട്ടിയാലും എന്ത് പറയും? ഗൾഫിൽ പോയാൽ സൂപ്പറാ. ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെ കിട്ടിയാലും എന്താ പറയാനുള്ളത്? UK പോയാൽ സൂപ്പറാ. UK ഇരുന്നാൽ പിന്നെ എന്താ പറയാനുള്ളത്? അമേരിക്ക പോയാൽ സൂപ്പറാ. ഇനി അമേരിക്ക പോയിട്ട് പിന്നെ എവിടെ പോകും? എന്റെ ചോദ്യം, ചന്ദ്രനിൽ പോകും? അപ്പൊ നമുക്ക് ഇതേ പറയാനുള്ളത്. നമുക്ക് 2 പേരെ കിട്ടിയാൽ നമുക്ക് എന്താ പറയാനുള്ളത്? എടാ, ഇവിടെ ഈ കിടന്ന് കഷ്ടപ്പെട്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്നേലും കുത്തിയിരുന്ന് അത് ഇത് ഇങ്ങനെ പഠിച്ച് കയറി അങ്ങ് പോണം. കയറിപ്പോയാൽ ഓക്കെയാ. എടാ, ഈ സമയം നമുക്കുള്ള സാക്ഷ്യം പറയും. എന്തോരം സാക്ഷ്യങ്ങളാ! ഇതൊന്നും എടുത്തു വെച്ചോടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയുമില്ല എനിക്ക്. നല്ലൊരു സ്വഭാവത്തിന് ഉടമയൊന്നും അല്ലായിരുന്നു. എന്റെ ഭാര്യയുടെ എന്റെ അമ്മയുടെ ഒക്കെ പ്രാർത്ഥനയാണ്, കണ്ണുനീരൊക്കെയുള്ള പ്രാർത്ഥനയാണ്. അവിടെ നിന്നായി വിടുത്. അപ്പൊ ഈ മാറ്റത്തെ കുറിച്ച് എന്റെ ഭാര്യ സാക്ഷ്യം പറഞ്ഞ് അത് കേട്ടോണ്ടിരിക്കുന്നവർ അങ്ങനെ ചെയ്യുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന സാക്ഷ്യമാണ്. ഇങ്ങനെ ഉള്ളവരെയൊക്കെ ഇങ്ങനെ ദൈവം മാറ്റുമോ എന്ന്. എന്റെ നാട്ടിൽ ഇന്നും ഞാൻ ബൈക്ക് ഓടിച്ച് പോയിട്ട് എന്റെ കണ്ണൊന്ന് ചുവന്ന് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ഞാൻ വെള്ളം ഓടിച്ചിട്ടിരിക്കുവാണ്. കാരണം അവർക്ക് ഇന്ന് വിശ്വാസമായിട്ടില്ല ഞാൻ മാറിയെന്നുള്ളത്. കാരണം അങ്ങനെ നടന്നയാളാണ്. അപ്പൊ ദൈവത്തിന്റെ അത്രയും വലിയ പ്രവൃത്തികളുണ്ട് നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഇത് നമ്മൾ പറയണം. ഇത് പറഞ്ഞ് നമ്മുടെ ദൈവത്തിലേക്ക് ഒരു 10-20 വർഷം മുന്നേ ആൾക്കാർ വന്നതുപോലെ വരുന്നോ നമ്മുടെ അടുക്കിലേക്ക്? ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നോ? വരുന്നില്ല. എല്ലാവരും എങ്ങോട്ട് പോവുക? എല്ലാവരും എങ്ങോട്ട് പോവുക? അമേരിക്കയ്ക്കും UKയ്ക്കും കാനഡയ്ക്കും പോയിക്കൊണ്ടിരിക്കുക. യഥാർത്ഥം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ഒന്നും വലിയ ദൂരത്തിലല്ല, ഇവിടെ അടുത്ത. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെ നമ്മൾ കണ്ടവന്റെ അടുത്ത് നാളെ ചോദിച്ചാൽ അമേരിക്കയിലാണെന്ന് പറയും നാട്ടിൽ. ഇപ്പൊ പിള്ളേർക്ക് അമേരിക്കയിൽ പോകാൻ വലിയ സമയമൊന്നും വേണ്ട. അവരൊക്കെ ഒരു ടെസ്റ്റ് എഴുതി എടുക്കുന്നു, പാസ്സാകുന്നു, കയറി പോകുമ്പോഴാണ് അയ്യോ അമേരിക്ക എത്തിയോന്ന്. വലിയ ദൂരെയല്ലെന്ന് എത്ര അത് അടുത്തെത്തി. പക്ഷെ ഏറ്റവും ദൂരെയുള്ള ഒരു സംഭവം ഉണ്ട്, അറിയാമോ? ഏറ്റവും ദൂരെയുള്ള ഒരു കാര്യമുണ്ട്. നമുക്കങ്ങനെ കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത, ഓടിച്ചെന്നങ്ങ് കയറാൻ പറ്റാത്ത, ഈ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെന്നെത്താൻ പറ്റാത്ത ഒരിടമുണ്ട്. അതെവിടാ? അങ്ങനെ ഒരു രാജ്യമുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം? ചിന്തിക്കണം, എങ്ങനെ അവിടെ പോകാം. ഹല്ലേലൂയ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ ചെന്നാലും ഒരു പ്രതിഫലം വേണം. അതും വലിയൊരു ചിന്തയാ.
നമുക്ക് ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാത്തിനും ഇവിടെ കർത്താവ് പ്രതിഫലം. ഇവിടെ കർത്താവിന് പ്രതിഫലം തന്ന് നമ്മെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരേ ഒരു വിഷയം എന്താണെന്ന് അറിയാമോ? നമ്മളൊരു ആത്മാവിനെ നേടിയ കർത്താവിന് ഇവിടെ നമ്മളെ ഒന്നും തന്ന് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം വചനം പറയുന്നത് എന്തുവാ? ഒരാത്മാവ് സകല ലോകത്തെക്കാൾ. അപ്പൊ നമ്മളൊരു ആത്മാവിനെ നേടിയ സകല ലോകവും നമ്മുടെ കാൽക്കീഴിൽ കർത്താവ് വെച്ചാലും നമുക്ക് പിന്നെ ചോദിക്കാം, കർത്താവ് ഇതിന്റെ പ്രതിഫലം എവിടെ? അപ്പൊ കർത്താവ് നമ്മൾ നിശ്ചയമായി എവിടെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ? പരലോകത്ത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. വേറെ എന്ത് നമ്മൾ ഇവിടെ കാട്ടിക്കൂട്ടിയാലും കർത്താവ് അതിനുള്ളതൊക്കെ ഇവിടെ തന്നങ്ങ് തൃപ്തിപ്പെടുത്തി പോകുമെന്ന് പറയും. അതിനുള്ളതാ അമേരിക്കയൊക്കെ, അതിനുള്ളതാ UK-ക്ക്, ആരുടെയൊക്കെ. അത് പ്രതിഫലം നിന്ന് തീർക്കുക. അതിനുള്ളവരല്ല നമ്മൾ. ഞാൻ നിർത്തുക. ഹല്ലേലൂയ. ഈ നാളുകൾ ഒരുങ്ങുക, ദൈവത്തിന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായി ഒരുങ്ങുക. ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും ദൈവനാമത്തോട് നന്ദി അറിയിക്കുകയാണ്. അവിടെ നിന്ന് വന്നവരും ഇവിടെ ഉള്ളവരും എല്ലാവരും, അവിടെ ഇവിടെ ഒന്നുമല്ല, എല്ലാ ദൈവമക്കളാണ്. എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഇനിയും കർത്താവ് അനുവദിച്ചാൽ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും, പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നന്ദിയുണ്ട്. അവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരിവിടെ വന്ന് വളരെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. നമുക്ക് നമ്മുടെ നാട്ടില് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ നിലവിൽ നമുക്കുണ്ട് കുഞ്ഞുങ്ങൾ, പക്ഷെ ഇവിടെ ഇല്ല. അപ്പോൾ അത് ഒരു പരിഹാരമായി എന്നുള്ളതാണ്. ഒരു ഓളമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ. അപ്പോൾ അതിനായി കുഞ്ഞുങ്ങൾക്ക് നന്ദി. എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്ന കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് കൂടി പാടി കർത്താവിനെ ആരാധിച്ച് ദൈവദാസൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് കൂടി പാടി നമ്മുടെ ചർച്ചിലെ കൊയർ മുന്നോട്ട് കിടന്നുകൊണ്ട് ഒരു പാട്ട് പാടി കർത്താവിനെ Hey.